സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശം സംബന്ധിച്ചുള്ള നിയമ പോരാട്ടങ്ങളിൽ വളരെ പ്രസിദ്ധമായി ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് മലയാളിയായ ക്രിസ്ത്യൻ വനിതയായിട്ടുള്ള മേരി റോയി എന്ന വനിതയുടേത്. മേരി റോയി ലോകമറിയപ്പെടുന്ന സാഹിത്യകാരിയായിട്ടുള്ള അരുന്ധതി റോയിയുടെ മാതാവാണ്. മേരി റോയിയുടെ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം മേരി റോയി 2 മക്കളുമായി ഊട്ടിയിലുള്ള തന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വസതിയിലേക്ക് താമസം മാറ്റുന്നു. എന്നാൽ മേരി റോയി തന്റെ പിതാവിന്റെ സ്വത്തുവകകൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേരി റോയിയുടെ സഹോദരന്മാരിൽ ഒരാളായിട്ടുള്ള ജോർജ് ഐസക് കോടതിയെ സമീപിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ മേരി റോയിക്ക് വസ്തുവകളിൽ നിയന്ത്രണാധികാരം ഉണ്ടെന്നും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നൽകാൻ കഴിയില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ മേരി റോയി ഈ വിഷയത്തിന്മേൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. മിസിസ് മേരി റോയി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് 1986 കേസിലാണ് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് തിരുവിതാംകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ടിലെ സെക്ഷൻ 24, 28, 29 വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും കണ്ടെത്തിക്കൊണ്ട് പിതൃസ്വത്തുകളിൽ അല്ലെങ്കിൽ പൂർവിക സ്വത്തിന്മേൽ വനിതകൾക്കും തുല്യ പങ്കാളിത്തം ഉണ്ടാകണമെന്ന നിരീക്ഷണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തി. വനിതകളുടെ പൂർവിക സ്വത്തിന്മേലുള്ള അവകാശം സംബന്ധിച്ചു രാജ്യത്താകമാനം നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായി കേൾക്കുന്ന ഒരു പേരാണ് മിസിസ് മേരി റോയി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് 1986 എന്ന